Hi everyone, welcome back to zoology class. Let us start discussing our next chapter, structural organization in animals. You all know that organisms are of two types, unicellular and multicellular. രണ്ട് type organisms ഉണ്ട്, unicellular and multicellular. In the case of unicellular organisms, all functions are performed by a single cell. That is, unicellular organisms have only one cell. So all functions like digestion, respiration, etc. are performed by single cell. ഒരു സെല്ലുള്ള ഓർഗാനിസംസ് ആണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. സോ എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് സെല്ലാണ്. ഡൈജഷൻ, റെസ്പിറേഷൻ ഇതൊക്കെ ചെയ്യുന്നത് സെല്ലാണ്. ഇൻ ദ കേസ് ഓഫ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്, ബേസിക് ഫങ്ഷൻസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് കോൾഡ് ടിഷ്യൂസ്. Multicellular organisms have many cells, millions of cells. So in their case, all the cells function together. That is, cells join and form tissues and tissues perform different functions. ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസംസ് ആണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ സെല്ലുകൾ ഒന്നിച്ച് ചേർന്ന് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ടിഷ്യൂസായി മാറും. ഈ ടിഷ്യൂസാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. In the case of multicellular organisms, tissues are organized in specific pattern to form organs like stomach, lungs, heart, kidney, etc. മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ ടിഷ്യൂസ് ഒക്കെ ജോയിൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്, ലങ്സ്, കിഡ്നി ഇതൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് ടിഷ്യൂസ് കൊണ്ടാണ്. ആൻഡ് ദെൻ ഓർഗൻസ് കമ്പൈൻ ടു ഫോം ഓർഗൻ സിസ്റ്റംസ് ലൈക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, respiratory system, etc. So all organs combine and form organ system. For example, digestive system is formed by different organs like esophagus, stomach, intestine, etc. Organs ഒക്കെ ജോയിൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓർഗൻ സിസ്റ്റമാണ്. എങ്ങനെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത്? ഒരുപാട് ഓർഗൻസ് ചേർന്നാണ്. ദാറ്റ് ഈസ് ഈസോഫാഗസ്, സ്റ്റമക്, ഇൻറ്റസ്റ്റൈൻ ഇതൊക്കെ ജോയിൻ ചെയ്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യുന്നത്. ദെൻ വാട്ട് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഓർഗൻസ് ലൈക്ക് ട്രക്കിയ, ബ്രോൺകസ്, ലങ്സ്, എക്സെട്ര. റെസ്പിറേറ്ററി സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ഓർഗൻസ് ചേർന്നാണ്? ട്രക്കിയ, ബ്രോൺകസ്, ലങ്സ്, എക്സെട്ര. ദാറ്റ് ഈസ് വി ക്യാൻ സേ സെൽസ് കമ്പൈൻ ആൻഡ് ഫോം ടിഷ്യൂ, ടിഷ്യൂ കമ്പൈൻ ആൻഡ് ഫോം ഓർഗൻ, ഓർഗൻ കമ്പൈൻ ആൻഡ് ഫോം ഓർഗൻ സിസ്റ്റം. ഓൾ ദീസ് ഡു ദെയർ ഓൺ വർക്ക്സ്. സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻസ് ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടിഷ്യൂസ്. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടിഷ്യൂസിനെ പറ്റിയാണ്. ഒരേപോലുള്ള സെൽസിൻ്റെ ഗ്രൂപ്പാണ് ടിഷ്യൂസ്. ലെറ്റ് us study about tissues. There are 4 types of tissues like epithelial tissue, connective tissue, muscular tissue and neural tissue. 4 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണത്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഫസ്റ്റ് ലെറ്റ് us study about epithelial tissue. Epithelial tissue is divided into 2 types, simple epithelium and compound epithelium. 2 ടൈപ്പ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. Simple epithelium is composed of single layer of cells. It functions as lining for body cavities, ducts and tubes. Simple epithelium ഒരു ലെയർ സെല്ലാണ് കാണാം. ബോഡി കാവിറ്റീസ്, ഡക്റ്റ് ഓർ ട്യൂബ് ഇതിൻ്റെയൊക്കെ അകത്ത് ലൈനിങ് പോലെ കാണുന്ന ടിഷ്യൂ ആണ് സിമ്പിൾ എപ്പിത്തീലിയം. സോ ദേ ആർ സീൻ ആസ് ലൈനിങ് ഇൻസൈഡ് ബോഡി കാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ് and they are composed of single layer of cells. Compound epithelium is composed of 2 or more layer of cells. It has protective function. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ 2 അതിൽ കൂടുതൽ ലെയറോ സെൽസ് കാണാം. പ്രൊട്ടക്ഷൻ ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. Now let us see which are the different types of simple epithelium. So there are 4 different types of simple epithelium. They are squamous epithelium, cuboidal epithelium, columnar epithelium and ciliated epithelium. സിമ്പിൾ എപ്പിത്തീലിയം 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ക്വാമസ് എപ്പിത്തീലിയം,
cuboidal epithelium, columnar epithelium and ciliated epithelium. First type of simple epithelium is squamous epithelium. Okay, observe the figure. You can see the figure of squamous epithelium. And what is its peculiarity? Single, thin, flat cells with irregular boundaries. That is, single, thin, flat cells with irregular boundaries. Single layer ആണ്, തിൻ ആൻഡ് ഫ്ലാറ്റ് സെൽസ് ആണ്. ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാം. സെൽസിൻ്റെ ബൗണ്ടറീസ് ഒക്കെ ഇറഗുലർ ആണ്. ഇറ്റ്സ് നോട്ട് റെഗുലർ. ആൻഡ് വെർ ഇസ് ദ ലൊക്കേഷൻ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം? ഇറ്റ് ഈസ് സീൻ ഇൻ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. ബ്ലഡ് വെസലിൻ്റെ വാളിൻ്റെ അകത്തും ലങ്സിൻ്റെ ആൽവിയോളായി ഓർ എയർ സാക്കിൻ്റെ അകത്തും കാണുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഓക്കെ, സോ ദേ ആർ സീൻ ഇൻസൈഡ് ബ്ലഡ് വെസൽ and also inside alveoli or air sacs of lungs. Function of squamous epithelium is it forms diffusion boundary. So it functions as diffusion boundary. Diffusion means it is the movement of molecule from one place to another place. So here molecules move through the wall of blood vessel and wall of alveoli. Through which tissue? Through squamous epithelium. ഒരു മോളിക്യൂൾ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ബ്ലഡ് വെസലിൽ കൂടെ സബ്സ്റ്റൻസസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ സബ്സ്റ്റൻസസ് സെൽ ഓർ ടിഷ്യൂവിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടിഷ്യൂ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതേപോലെ തന്നെ ആൽവിയോളയിൽ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജൻ ബോഡിക്ക് കൊടുത്ത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങുന്നത് ആൽവിയോളയിൽ വെച്ചാണ്. സോ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷന് വേണ്ടി സഹായിക്കുന്ന ടിഷ്യൂ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. സെക്കൻഡ് ടൈപ്പ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പെക്യുലാരിറ്റി? ഒബ്സർവ് ദ ഫിഗർ. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ ക്യൂബ് ലൈക്ക് സെൽസ്. ക്യൂബ് പോലുള്ള സെൽസ് കൊണ്ടാണ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ലൊക്കേഷൻ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഈസ് ഡക്ട്സ് ഓഫ് ഗ്ലാൻസ്, ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺസ്. There are many glands in our body like hypothalamus, thyroid gland, pituitary gland, etc. In all these glands, cuboidal epithelium is present and it is also seen in nephrons of kidney. ഗ്ലാൻഡിൻ്റെ അകത്ത് കാണുന്ന ടിഷ്യൂ, അതേപോലെ തന്നെ കിഡ്നിയിൽ കാണുന്ന നെഫ്രോൺസിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ കാണുന്ന ടിഷ്യൂ ഏത് ടിഷ്യൂ ആണ്? ദാറ്റ് ഈസ് cuboidal epithelium. Cuboidal epithelium is seen in ducts of glands and tubular parts of nephrons. Function of cuboidal epithelium is secretion and absorption. That is, it helps in secretion and absorption process. Glands secrete or produce hormones. And inside the kidney, millions of nephrons are seen. Nephrons help in urine formation. In tubular part of nephrons, absorption, that is reabsorption, takes place. So cuboidal epithelium helps in secretion and absorption process. Cuboidal epithelium secretion and absorption processനെ സഹായിക്കുന്നു. ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനാണ് ഹോർമോൺ സെക്രീഷൻ ഓർ ഹോർമോൺ പ്രൊഡക്ഷൻ. ഇതിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് cuboidal epithelium. കിഡ്നിക്കകത്ത് മില്യൺസ് ഓഫ് നെഫ്രോൺസ് കാണാം. യൂറിൻ ഫോർമേഷനെ സഹായിക്കുന്നത് നെഫ്രോൺസ് ആണ്. സോ നെഫ്രോൺസിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ കാണുന്ന ടിഷ്യൂ ആണ് cuboidal epithelium, which helps in absorption process. And third type of simple epithelium is columnar epithelium. Observe the figure. What are its peculiarities? Single layer of cell, tall and slender cells. Nuclei is seen at the base. നീളത്തിലുള്ള വളരെ നേർത്ത സെല്ലുകൾ കൊണ്ടാണ് കോളംനാർ എപ്പിത്തീലിയം ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബേസിൽ ന്യൂക്ലിയൈ കാണാം. Where is the location of columnar epithelium? It is seen as lining of stomach and lining of intestine. സ്റ്റൊമക്കിൻ്റെ അകത്തും ഇൻറ്റസ്റ്റൈനിൻ്റെ അകത്തും ലൈനിങ് ആയി കാണുന്ന ടിഷ്യൂ ആണ് കോളംനാർ എപ്പിത്തീലിയം. ഇറ്റ് ഈസ് സീൻ ആസ് ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്. സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് കോളംനാർ എപ്പിത്തീലിയം. സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് വെച്ച് സെക്രീഷൻ ആൻഡ് ഫുഡ് അബ്സോർപ്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. So which tissue is helping for this process? Columnar epithelium, which is seen inside stomach and intestine. Fourth type of simple epithelium is ciliated epithelium.
Observe the figure. You can see some hair-like structures called as cilia. Okay, so cilia is present. The peculiarity of ciliated epithelium is cilia is present. സെല്ലിൻ്റെ മേലെ ഹെയർ പോലുള്ള സ്ട്രക്ചേഴ്സ് കാണാം. ഹെയർ പോലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് സീലിയ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്രോൺക്യോൾസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്. ബ്രോൺക്യോൾസിൻ്റെ അകത്തും ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അകത്തും കാണുന്ന ടിഷ്യൂ സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. Bronchioles means it is the organ which is seen in our respiratory system. Fallopian tube is a part of female reproductive system. Function is it helps to move particles or mucus in a specific direction. That is, bronchioles are the branches of trachea which enter the lungs. When we breathe, air may contain dust or germs. If this reaches lungs, it is dangerous. So ciliated epithelium which is seen inside bronchiole wipe out the dust and germs. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന എയറിൽ ജേംസ് ഓർ ഡസ്റ്റ് പ്രസൻ്റ് ആണ് ആയിരിക്കും അല്ലേ, അതൊക്കെ ലങ്സിലെത്തിയാൽ പ്രോബ്ലമാണ്. സോ ബ്രോൺക്യോൾസിൻ്റെ അകത്ത് കാണുന്ന സീലിയേറ്റഡ് എപ്പിത്തീലിയം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓർ ജേംസിനെ പുറത്തേക്ക് നീക്കും, സീലിയ ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളി നീക്കും. ഓവം ദാറ്റ് ഈസ് ഫീമെയിൽ ഗാമേറ്റ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓവറി. Ovum then moves through fallopian tube. So ciliated epithelium helps in movement of ovum. ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവത്തിന് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ദാറ്റ് ഈസ് ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓവറി. ഓവം ഫോം ചെയ്യുന്നത് ഓവറിയിൽ വെച്ചാണ്. അതിനുശേഷം ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെ മൂവ് ചെയ്യുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ദാറ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഈസ് ഹെൽപ്പിംഗ് ടു മൂവ് ദ ഓവം ത്രൂ ഫെലോപ്പിയൻ ട്യൂബ്. Till now we discussed about simple epithelium. Now the second type of epithelial tissue is compound epithelium. What is its peculiarity? It is formed of more than one layer of cells. Compound epithelium form ചെയ്തിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. It is located in dry surface of skin, moist surface of buccal cavity, pharynx, inner lining of ducts of salivary gland and ഓഫ് പാൻക്രിയാറ്റിക് ഡക്റ്റ്. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സ്കിന്നിൻ്റെ ഡ്രൈ സർഫസിലും ബക്കൽ കാവിറ്റി ഓർ മൗത്തിൻ്റെ അകത്തും ഫാരിങ്സിലും കാണുന്നത് ഏത് ടിഷ്യൂ ആണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്റ്റ്. സലൈവറി ഗ്ലാൻഡിൻ്റെ അകത്തും പാൻക്രിയാറ്റിക് ഡക്റ്റിൻ്റെ അകത്തും കാണുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. And it has protective function. So what is the function of compound epithelium? Protection. Skin is one of the important example. And next is glandular epithelium or glands. Some of the columnar or cuboidal cells get specialized for secretion and are called glandular epithelium. That is, some of the columnar or cuboidal cells are specialized for producing certain secretions and they are called glands or glandular epithelium. Secretions produce ചെയ്യാൻ കഴിവുള്ള columnar or cuboidal cellsനെയാണ് glandular epithelium or glands എന്ന് പറയുന്നത്. Types of glandular epithelium based on number of cells. So based on number of cells there are two types of glands or glandular epithelium. They are unicellular and multicellular. Unicellular means isolated cells are present. Multicellular means cluster of cells or group of cells are present. സെൽസിൻ്റെ നമ്പർ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ഗ്ലാൻഡ്സ് ഓർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം കാണാം, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ. യൂണിസെല്ലുലാർ മീൻസ് ഐസൊലേറ്റഡ് സെൽസ് ആണ്, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, അത് ഐസൊലേറ്റഡ് ആണ്. എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാൽ. എലിമെൻ്ററി കനാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് കാണുന്ന ഗോബ്ലെറ്റ് സെൽ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ്. Multicellular means cluster of cells, group of cells. And salivary gland is an example for multicellular gland. Multicellular gland in ഒരു example ആണ് salivary gland. Next is types of glandular epithelium based on the mode of pouring of their secretion. So what is the function of glandular epithelium? To produce certain secretions. So based on the mode of pouring of their secretions, glandular epithelium is divided into two types, exocrine gland and endocrine gland. എങ്ങനെയാണ് സെക്രീഷൻസ് റിലീസ് ചെയ്യുന്നത്? അതിനെ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ഗ്ലാൻഡ്സ് ഓർ രണ്ട് ടൈപ്പ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയംസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇൻ എക്സോക്രൈൻ ഗ്ലാൻഡ്
their secretions are released through ducts or tubes. എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ കേസിൽ സെക്രീഷൻസ് റിലീസ് ചെയ്യുന്നത് ഡക്റ്റ് ഓർ ട്യൂബിൽ കൂടിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, digestive enzymes. So all these are examples for exocrine glands. So here the secretions are released through ducts or tube. ഡക്റ്റിലെ കൂടെയോ ട്യൂബിലെ കൂടെയോ ആണ് എക്സോക്രൈൻ ഗ്ലാൻസ് അതിൻ്റെ സെക്രീഷൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ എൻഡോക്രൈൻ ഗ്ലാൻസ് ദെയർ സെക്രീഷൻസ് ആർ റിലീസ്ഡ് ഡയറക്ട്ലി ഇൻ ടു ദ ഫ്ലൂയിഡ് ബാത്തിങ് ദ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് റിലീസ് ചെയ്യുന്നത് ഡക്റ്റിലെ കൂടെ അല്ല, ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. For example, hormones. So hormones are directly released into the blood. They are not moving through specialized duct. And next is cell junctions. So we studied about epithelial tissue. Tissue means group of cells, right? So there are junctions between cells called cell junctions. So there are three major types of cell junctions. They are tight junction, adhering junction and gap junction. മൂന്ന് ടൈപ്പ് സെൽ ജംഗ്ഷൻസ് ആണ്: tight junction, adhering junction and gap junction. Tight junction helps to stop substances from leaking across a tissue. സബ്സ്റ്റൻസസ് ലീക്ക് ചെയ്യുന്നത് തടയുന്നത് ടൈറ്റ് ജംഗ്ഷൻസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. അഡറിംഗ് ജംഗ്ഷൻ പെർഫോം സിമെൻറ്റിംഗ് ടു കീപ് നെയ്ബറിംഗ് സെൽസ് ടുഗെദർ. ഒരു സിമെൻറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ജംഗ്ഷനാണ് അഡറിംഗ് ജംഗ്ഷൻ. നെയ്ബറിംഗ് ആയ രണ്ട് സെൽസിന് ഒന്നിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അഡറിംഗ് ജംഗ്ഷനാണ്. ഇറ്റ് ഈസ് പെർഫോമിംഗ് സിമെൻറ്റിംഗ് ടു കീപ് നെയ്ബറിംഗ് സെൽസ് ടുഗെദർ. ഗ്യാപ്പ് ജംഗ്ഷൻ ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ഓഫ് ദ അഡ്ജസൻറ്റ് സെൽ. അടുത്തടുത്തുള്ള രണ്ട് സെൽസിൻ്റെ സൈറ്റോപ്ലാസം തമ്മിലുള്ള കണക്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, സ്മോൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ് എക്സെട്ര. സോ ഗ്യാപ്പ് ജംഗ്ഷൻ ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫർ ഓഫ് അയോൺസ് ആൻഡ് സ്മോൾ ആൻഡ് ബിഗ് മോളിക്യൂൾസ്. അയോൺസ് ആൻഡ് മോളിക്യൂൾസിന് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ഗ്യാപ്പ് ജംഗ്ഷനാണ്. ദാറ്റ് ഈസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ടിഷ്യൂസ്. Tissues can be classified into four types: epithelial tissue, connective tissue, muscular tissue and neural tissue. We discussed about epithelial tissue. Epithelial tissue is classified into two types: simple epithelium and compound epithelium. And simple epithelium includes four different types of tissues: squamous epithelium, cuboidal epithelium, columnar epithelium and ciliated epithelium.